എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അതോടൊപ്പം BJP അനുഭാവികളായിട്ടുള്ള സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ഏജൻസിയായിട്ട് പരിണമിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടിട്ടുള്ളത്. കേരളത്തിലും അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകൾ കൊടകര ഉൾപ്പെടെയുള്ള കേസുകളിലും EDയുടെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്നുള്ള ചർച്ച നേരത്തെ നടന്നിട്ടുള്ളതാണ്. ഇവിടെ നോക്കൂ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED ഇന്ന് 12ഓളം സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തു എന്ന് പറയുന്നു. ഈ 12ഓളം സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്നിട്ടുള്ള സായിയുടെ അനന്തകുമാറിൻ്റെ വീടും ഓഫീസും അതോടൊപ്പം മറ്റ് ചില സ്ഥലങ്ങളും ഒക്കെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണ വിധേയനായിട്ടുള്ള അതല്ലെങ്കിൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത അനന്തു കൃഷ്ണനുമായി ഏറ്റവും അടുത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി നിരന്തരം യാത്ര ചെയ്യുകയും അയാളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും അയാളുടെ എല്ലാ പരിപാടികളുടെയും ഉദ്ഘാടകനാകുകയും അയാളോടൊപ്പം ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത് സ്വയം ഒരു NGOയുടെ തലപ്പത്തിരിക്കുകയും ഏകദേശം 5000-ലധികം സ്കൂട്ടറുകൾ കൊടുത്തു എന്ന് ഇപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ അവകാശപ്പെടുകയും ചെയ്യുന്ന BJP നേതാവ് AN രാധാകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാകുന്നില്ല. AN രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഉണ്ടായിട്ടും ഒരു പരാതിയിൽ പോലും AN രാധാകൃഷ്ണൻ നേരെ FIR ഇടുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ സംശയം ഉണ്ടാക്കും. ഇവിടെ ED വന്നിട്ടുള്ളത് ചിലരൊക്കെ സംരക്ഷിക്കാനും ചില ആളുകളെ വേട്ടയാടാനുമാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വർത്തമാനകാലത്തെ EDയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള റെയ്ഡ് പ്രഹസനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. സംസ്ഥാന പോലീസും ഇക്കാര്യത്തിൽ വളരെ ഉദാസീനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും പരാതിക്കാർ പോകുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഇപ്പോൾ വൈക്കം പോലെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാർ പോയ സമയത്ത് പരാതിക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് AN രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് പരാതിക്കാരിക്ക് ഫോൺ വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ സ്കൂട്ടർ തയ്യാറായിട്ടുണ്ട്, നിങ്ങളത് വാങ്ങണം എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ പണം തിരിച്ചു തരാം എന്ന് പറയുകയാണ്, ഓഫർ കൊടുക്കുകയാണ്. ആ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ നടപടി ഉണ്ടാകരുത് എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചുള്ള BJP നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. 2, V മുരളീധരന്റെ നേതൃത്വത്തിലുള്ള യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, V മുരളീധരൻ രൂപം നൽകിയതാണ്. ഇപ്പോൾ C കൃഷ്ണകുമാറാണ് അതിന്റെ തലപ്പത്തുള്ളത്. ഈ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിരവധി ആളുകളുടെ പണം ഇതുപോലെ തട്ടിച്ചിട്ടുണ്ട്. ആ തട്ടിപ്പ് കുറച്ചുകൂടി മറ്റ് തട്ടിപ്പ് പോലെയല്ല. ഈ തട്ടിപ്പിന് ഇരയായ ആളുകളെ വീണ്ടും തട്ടിച്ചിരിക്കുകയാണ്. യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ എടുക്കാൻ വേണ്ടി ഈ തട്ടിപ്പിനിരയായ പാവങ്ങളിൽ നിന്ന് 5000 രൂപ വീണ്ടും അടിച്ചു മാറ്റിയിട്ടുണ്ട് മുരളീധരന്റെ കാർമ്മികത്വത്തിൽ പിറകൊണ്ടിട്ടുള്ള യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവിടെയും കേസെടുക്കുന്നില്ല. അവിടെയും ചില ആളുകൾക്കെതിരെ അതിന്റെ ചില ഭാരവാഹികൾക്കെതിരെ മാത്രം എടുത്ത് തലപ്പത്തിരിക്കുന്ന കൃഷ്ണകുമാറിനെയും അല്ലെങ്കിൽ അപ്പുറത്തെ AN രാധാകൃഷ്ണനെയും ഒക്കെ ഒഴിവാക്കി BJP നേതൃത്വത്തെ ഇക്കാര്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും വല്ലാത്ത വ്യഗ്രതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.